മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. സമ്മിശ്ര കൃഷിയുടെ ഒരു വയനാടൻ മാതൃക. വയനാട് ജില്ലയിലെ പ്രകൃതി മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് മൂപ്പൈനാട്. തമിഴ്നാടിനെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചോലാടിപ്പുഴയുടെ സമീപ പ്രദേശമായ വടുവഞ്ചാലിൽ നെല്ലിമൂട്ടിൽ ബാബുവിൻ്റെ സമ്മിശ്ര വിളകളുടെ കൃഷിത്തോട്ടമാണ് ഇന്ന് നൂറുമേനിയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബാബു കൃഷിയിൽ പൂർണ്ണമായും വ്യാപൃതനായിട്ട് 15 വർഷം മാത്രമേ ആയിട്ടുള്ളൂ. പതിനഞ്ച് ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കമുക്, കുരുമുളക്, കാപ്പി, വനില, വാഴ, പപ്പായ, സപ്പോട്ട, ഓറഞ്ച് തുടങ്ങിയ ഫലവർഗ വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ കോഴി, ആട് തുടങ്ങിയ പക്ഷി മൃഗാദികളെയും ഇവിടെ വളർത്തുന്നു. കൃഷിയാണ് എൻ്റെ മെയിൻ. അതായത് ഇപ്പോൾ ജൈവകൃഷിയാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ആട് കൃഷി ഇപ്പോൾ 1 വർഷമായി ചെയ്തു. ഒരു 30 ആടുണ്ട്. അതുപോലെ തന്നെ മീൻ കൃഷിയുണ്ട്. മീൻ കൃഷി നല്ല രീതിയിൽ ചെയ്തു പോരുന്നു. കുരുമുളക് ചെയ്യുന്നുണ്ട്. എല്ലാം ജൈവമാണ് ചെയ്യുന്നത്. നമ്മൾ ആടിൻ്റെ മൂത്രം ഡൈല്യൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്യുന്നുണ്ട്. ആട്ടിൻകാഷ്ടം ഉപയോഗിക്കുന്നു. അതുപോലെ കോഴിക്കാഷ്ടം, ചാണകം കമ്പോസ്റ്റ് ചെയ്താണ് ഉപയോഗിക്കുന്നത് കൃഷിക്ക്. പിന്നെ ഇപ്പോൾ ഈ പപ്പായ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ പച്ചക്കറികൾ ഒരുവിധം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ മുഴുവൻ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കോഴി വളർത്തൽ ഉണ്ട്. എല്ലാം ട്രിപ്പ് ഇറിഗേഷൻ വഴിയാണ് പച്ചക്കറി എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വാഴ കൃഷികൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും വാഴകൃഷിയും ചെയ്യുന്നുണ്ട്. ബാബുവിൻ്റെ തോട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആദ്യം തന്നെ കാണാൻ കഴിഞ്ഞത് വിശാലമായി തയ്യാറാക്കിയിട്ടുള്ള തറയിൽ കാപ്പിക്കുരു ഉണക്കുന്ന തൊഴിലാളികളെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാപ്പിയിൽ നിന്ന് തുടങ്ങാം. ഇദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന പ്രധാന വിളയാണ് കാപ്പി. അറബിക്ക കോഫിയും കർണാടകയിൽ നിന്നുള്ള ചന്ദ്രഗിരി കാപ്പിയുമാണ് പ്രധാന കൃഷി. കാപ്പിക്കുരു ഉണക്കി തൻ്റെ തന്നെ മില്ലിൽ പൊടിച്ച് ശുദ്ധമായ കാപ്പിപ്പൊടി ആവശ്യക്കാർക്ക് നൽകി വരുന്നു. ചന്ദ്രഗിരി വെറൈറ്റിപ്പെട്ട ഒരു കാപ്പിയാണ് ഇത്. കൂർഗ് പ്രദേശത്താണ് ധാരാളമായി കണ്ടുവരുന്നത്. ഇത് വളരെ ആദ്യത്തെ വർഷം തന്നെ നല്ല ഒരു ഈൽഡ് കിട്ടും. പിന്നെ നമുക്കിതിന് ലൈഫ് കുറവാണ്. ഒരു 15 വർഷം ലൈഫ് ഉണ്ടെങ്കിലും നമുക്കിത് പിന്നെ റോബസ്റ്റയും ഈ ചന്ദ്രഗിരി കോഫിയുടെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പം ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കൊഴുപ്പ് കൂടുതലായിരിക്കും, ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇതിന് ഇപ്പം നല്ല മാർക്കറ്റുണ്ട്. ഇത് നമുക്ക് 5 അടി വീതിയിൽ പ്ലാന്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടകൃഷി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ജാതിമരം വെച്ചിരിക്കുന്നു. അപ്പോൾ ഇടകൃഷി നമുക്ക് ധാരാളമായി ചെയ്യാം. കുരുമുളക്, മറ്റുള്ള കൃഷികൾ ചെയ്യാം. പിന്നെ ഇത് വളരെ നല്ല ഇതാണ്, ലാഭകരമായ ഒരു കൃഷിയാണ് ഈ ചന്ദ്രഗിരി കാപ്പി. ഇതിൻ്റെ വളം നമ്മൾ ജൈവവളമാണ് ഇപ്പം ചെയ്യുന്നത്. ആട്ടിൻകാഷ്ടവും പിന്നെ ചാണകവും മാത്രമാണ് ഇപ്പം ചെയ്യുന്നത്. ഇത് അറബിക് കാപ്പീൻ്റെ ഇത് തന്നെയാണ്. അറബിക് കാപ്പീൻ്റെ ഇത് തന്നെയാണ് ഇത്.
അതായത് അറബിക പെയിൻറ്റ് സെയിമാണ്, അതിൻ്റെ വേറൊരു പാറ്റേൺ ആണെന്നുള്ളൂ. പക്ഷേ നമ്മുടെ വയനാടിൻ്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കാപ്പിയാണ്. ഇതിപ്പോൾ നമുക്ക് ഷെയ്ഡിൻ്റെ മരങ്ങളുടെ ഇടയിൽ നട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വരുന്നുണ്ട്. ഈ തോട്ടത്തിലെ മറ്റൊരു പ്രധാന വിളയാണ് കുരുമുളക്. ആദ്യകാലങ്ങളിൽ വയനാടൻ ലോക്കൽ ആയിരുന്നു പ്രധാന കൃഷി. എന്നാൽ ഇന്ന് കൃഷിയിടം ആകെ പന്നിയൂർ ഇനങ്ങൾക്ക് വഴിമാറിയിരിക്കുന്നു. പന്നിയൂർ 1 മുതൽ 8 വരെ ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്നത് പന്നിയൂർ 1-ൽ നിന്നാണെന്ന് ബാബു അഭിപ്രായപ്പെടുന്നു. കുരുമുളക് കൃഷി തുടങ്ങിയിട്ട് ഇപ്പം ആദ്യകാലത്ത് കൃഷി വയനാടൻ മുളക് ഒക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം മാറി ചേഞ്ച് ചെയ്തു, പുതിയ വെറൈറ്റി കൊണ്ടുവന്നു. തേവം, പന്നിയൂർ 1 മുതൽ 7 വരെ. അതുപോലെ മറ്റുള്ള വയനാടൻ വള്ളി നശിപ്പിച്ചിട്ടില്ല, അതും നമുക്കുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ഈൽഡ് തരുന്നത് പന്നിയൂർ 1 ആണ്. അതാണ് നമുക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിതിന് ജൈവ കൃഷിയാണ് ഇപ്പോൾ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ആട്ടുംകാഷ്ടം, എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, ചാണകം അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇടും. അതിന് പിന്നെ ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായം എല്ലാ വർഷവും ചെയ്യും. അങ്ങനെയാണ് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്നത്. കേട് അത്ര ഇല്ലയെന്ന് പറയില്ല, കേടുകളുണ്ട് ഇപ്പോൾ. എന്നാലും ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് ജൈവ കൃഷി ആയതുകൊണ്ട്. ഇത് ഒരു സാമാന്യം ഈ വർഷം മോശമില്ലാത്ത വിളവ് നമുക്ക് ലഭിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇതിൻ്റെ എടുക്കുന്ന സമയമാണ്. ജാനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം. അത് കഴിഞ്ഞാൽ നമ്മൾ നനയ്ക്കാൻ തുടങ്ങും. ഇനിയിപ്പം നനയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ആ വള്ളീൻ്റെ ക്ഷീണമെല്ലാം പോകും. ഇടമഴ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മഴ കിട്ടിയില്ലെങ്കിൽ നമ്മൾ നനയ്ക്കാൻ തുടങ്ങും. അപ്പോൾ നനയ്ക്കാൻ തുടങ്ങുന്നതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഈൽഡ് കുറയില്ലെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് കേട് വരുന്നുണ്ട്. അത് ഒരു പ്രദേശത്ത് മൊത്തമായിട്ടും കേട് വരികയാണ്. അതിനൊരു പ്രതിവിധി ഇതേ കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും കൂടി മുളക് ലാഭകരമാണ്. ഇപ്പോഴത്തെ വില കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നമുക്ക് 400 രൂപ ലഭിക്കുന്നു. അത് 750 രൂപ വരെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇനി നമുക്ക് കൂടുതൽ വില വരുന്നു പ്രതീക്ഷിക്കുന്നു. ഏലവും വ്യാപകമായി കൃഷി ചെയ്തിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഏലകൃഷി ആരംഭിച്ചത്. ഇടുക്കിയിൽ നിന്നും ശേഖരിച്ച C5 എന്ന ഇനമാണ് പ്രധാനമായും കൃഷി ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു 15 ഏക്കറോളം ഏലകൃഷി ഉണ്ടായി. പിന്നെ എല്ലാം ഉപേക്ഷിച്ച് പുതിയതായിട്ട് ഇപ്പം പ്ലാന്റ് ചെയ്തതാണ്. C5 എന്ന് തന്നെ ഒരു വെറൈറ്റിയാണ്. ഇത് നമുക്ക് പിന്നെ ഇടുക്കിയിൽ നിന്നും പിന്നെ അത്യുൽപാദന ശേഷിയുള്ള ഒരു ഏലമാണ്. ഇത് ഒരു മൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 5 കിലോ പച്ച ഏലം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ 2ാം വർഷമാണ്. ഇപ്പം നമുക്ക് ഈ വർഷം മുതൽ ശരം ചാടി തുടങ്ങി. റിസൾട്ട് അറിയണമെങ്കിൽ നമുക്കൊരു 4 മാസം കഴിയണം. പക്ഷേ കാഴ്ചയിൽ നല്ല ഏലമാണെന്ന് തോന്നുന്നു. ഇത് വയനാട്ടിൽ പറ്റിയ കാലാവസ്ഥയ്ക്ക് പറ്റിയൊരു ഏലം തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ കുറച്ച് ഏരിയയിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ഇടവിള കൃഷി അനുവർത്തിക്കുന്ന ഇവിടുത്തെ തെങ്ങുകളിൽ നിന്നും ലഭിക്കുന്ന തേങ്ങ എണ്ണയാക്കിയാണ് വിപണനം. റോബസ്റ്റ, പൂവൻ തുടങ്ങിയ ഇനങ്ങളിലുള്ള വാഴ കൃഷി ചെയ്യുന്നത് കൂടാതെ നേന്ത്രനും വിപുലമായി കൃഷി ചെയ്തിരിക്കുന്നു. ഇത് തൃശ്ശനാപ്പള്ളിയിൽ നിന്ന് നമുക്കിവിടെ വിത്ത് സുലഭമായി ലഭിക്കും. അങ്ങനെ കരവാഴ ആദ്യമായിട്ട് ഞാൻ ചെയ്തു നോക്കിയാണ്. കരവാഴ വളരെ 1.5 കുഴി കുത്തി അതിൻ്റെ ഉള്ളിൽ പിന്നെ ആട്ടുംകാഷ്ടവും കോഴിക്കാഷ്ടവും കൊണ്ട് മിക്സ് ചെയ്ത് അങ്ങനെ വെള്ളം നനച്ച് കുഴിയിൽ വെച്ചൊരു വാഴയാണ്. അത് വളരെ നന്നായി വന്നു. ചപ്പും കൂടി ഇട്ടപ്പോൾ അത് വളരെ നന്നായി വന്നു. ഇപ്പം ഏകദേശം എല്ലാം തന്നെ 100% കൊല വന്നു. ഇത് ഇപ്പോൾ നമുക്കൊരു 2 മാസം കൂടി ആയ കൊല ആവറേജ് ഒരു 10 കിലോത്തിന് മേലെ ഉണ്ടാവും. സാമാന്യം കുഴപ്പമില്ല. ഇതിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. പച്ചില വളവും ചാണകവും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ കിൻഡൽ വാഴ എന്നും പറയും, പ്രോമിഷൻ എന്നും പറയും, റോബസ്റ്റ എന്നും പറയും. ഇവിടെ എല്ലാവരും പൊതുവേ പറയുന്നത് റോബസ്റ്റ എന്നാണ്. ഈ വാഴയ്ക്ക് ഏകദേശം നമുക്കൊരു 50-55 കിലോ വരെ തൂക്കം വരും. ഇപ്പോൾ നമുക്കൊരു 15 രൂപ വെച്ച് ഇതിന് ആവറേജ് എല്ലാ സമയത്തും വില കിട്ടുന്നതാണ്. ഓൾ സീസൺ എന്നാണ് പറയുക ഇതിന്.
വാഴയ്ക്ക്. അതുപോലെ തന്നെ നിറയെ വാഴകൾ ഇപ്പം ചെയ്തിരിക്കുന്ന ഇപ്പം പൂവൻ വാഴ മറ്റുള്ള വാഴകളും എല്ലാം നിറയെ ചെയ്തിട്ടുണ്ട്. പപ്പായ, സപ്പോട്ട തുടങ്ങി വിവിധ ഇനങ്ങളിലുള്ള ഫലവർഗ വിളകളുടെ ഉൽപ്പാദനത്തിനും ബാബു പ്രത്യേക പരിഗണന നൽകി വരുന്നു. രാസവളങ്ങളും കീടനാശിനികളും പരമാവധി ഒഴിവാക്കി ജൈവ കൃഷിത്തോട്ടമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലെ പ്രധാന ജൈവവളങ്ങൾ ചാണകം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം തുടങ്ങിയവയാണ്. ജൈവകൃഷി പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ വേണ്ടിയാണ് ആട് വളർത്തൽ ആരംഭിച്ചത്. കാറ്റും വെളിച്ചവും യഥേഷ്ടം കടന്നു ചെല്ലുന്ന വിശാലമായ ആട്ടിൻകൂട് തറനിരപ്പിൽ നിന്നും 7 അടി ഉയരത്തിൽ നിർമ്മിച്ച് 8 ഇനങ്ങളിലുള്ള ആടുകളെ ഇദ്ദേഹം പരിപാലിച്ചു വരുന്നു. ആട്ടിൻകൂടിന് മുകളിലായി സന്ദർശകർക്ക് വിശ്രമിക്കാനായി ഒരു റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. കൂട്ടിൽ നിന്നുള്ള ആട്ടിൻകാഷ്ടവും മൂത്രവും ശേഖരിക്കുന്നതിനായി പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ഗോമൂത്രം 200 ലിറ്റർ ബാരലുകളിൽ ശേഖരിച്ച് വെള്ളവുമായി നേർപ്പിച്ച് കൃഷിക്ക് ഉപയോഗിച്ചു വരുന്നു. 7 അടി പൊക്കത്തിലാണ് ഇപ്പോൾ ഈ കൂട് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ വന്നു കഴിഞ്ഞാൽ മൂത്രം നേരെ വന്നു വളരെ സ്ലോപ്പ് ചെയ്തിട്ടിട്ട് 2 ഭാഗത്ത് സ്ലോപ്പ് ചെയ്തുകൊണ്ട് ഈ മൂത്രം നേരെ വന്ന് നമ്മുടെ ഈ 200 ലിറ്റർ ബാരലിൽ വീഴുന്നു. ഇതിപ്പോൾ 4 ദിവസം കൊണ്ട് നമുക്ക് ഫുള്ളായി കിട്ടും. ഈ 4 ദിവസം കൊണ്ട് 200 ലിറ്റർ നമുക്ക് വെള്ളത്തിൽ നമ്മൾ 1:10 എന്ന അനുപാതത്തിൽ നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് നമ്മളുടെ കൃഷി ഇടത്തിലെ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്നു. ഏലം, വാനില, കുരുമുളക്, കാപ്പി മറ്റു എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മൂത്രം സെപ്പറേറ്റ് വരുന്നതുകൊണ്ട് ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആർക്കെങ്കിലും കൂടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അടുത്തുള്ളവർക്കൊന്നും ഒരു ശല്യം ഉണ്ടാവില്ല. അതുമാത്രമല്ല ഈച്ചകൾ കുറയും. മറ്റുള്ള ശല്യങ്ങളിൽ നിന്നൊക്കെ നല്ലൊരു ഇങ്ങനെയാണ്. ഇതിപ്പോൾ നമുക്ക് ധാരാളം മൂത്രം കിട്ടും. 4 ദിവസം കൊണ്ട് തന്നെ 200 ലിറ്റർ കിട്ടുമെന്ന് പറയുന്നത് തന്നെ ധാരാളം ഡൈല്യൂട്ട് ചെയ്താൽ നമ്മളെ കൃഷിക്ക് ഒരു 10 ഏക്കർ കൃഷിക്ക് ധാരാളമായിട്ട് ഇത് ഉപയോഗിക്കാം. സിരോഹി, തോത്താപാരി, മലബാറി, ബീറ്റൽ, കരോളി, ബാർബാറി, ജമുനാപാരി തുടങ്ങിയ ഇനങ്ങളിലുള്ള ആടുകളെ പ്രത്യേകം അറകളിലാണ് പരിപാലിച്ചു വരുന്നത്. ആടുകൾക്ക് 4 നേരമായിട്ടാണ് തീറ്റ നൽകുന്നത്. രാവിലെ അരി, ചോളം, ഗോതമ്പ് തുടങ്ങിയവയുടെ പൊടി കുഴമ്പ് രൂപത്തിലാക്കി നൽകും. കൂടാതെ സ്വന്തം കൃഷിയിടത്തിൽ നിന്നുള്ള പുല്ലും തീറ്റയായി കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം തേങ്ങാപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കും അടങ്ങിയ ദ്രവരൂപത്തിലുള്ള തീറ്റയും കറവയ്ക്ക് ശേഷം പ്ലാവിലയും നൽകി വരുന്നു. 3 മാസം പ്രായമുള്ള ആട്ടിൻകുട്ടികളെ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് നൽകുകയാണ് പതിവ്. ആട് കൃഷി തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമായി. 8 തരത്തിലുള്ള ആടാണ് ഇപ്പോൾ ഉള്ളത്. ശിരോഹി, ബീറ്റിൽ, കരോളി, തോത്താപ്പാരി, ബാർബാറി, മലബാറി എന്നീ ഇനത്തിൽപ്പെട്ട ആടുകളാണ് ഉള്ളത്. ഇതിന് ഓരോന്നിനും ഓരോ പ്രത്യേകതയുണ്ട്. അതായത് ഈ ശിരോഹി രാജസ്ഥാനിൽ നിന്ന് വന്ന ആടാണ്. അത് ഏത് തരം കാലാവസ്ഥയ്ക്ക് ഇണങ്ങും. അതുമാത്രമല്ല ഇതിന് നമുക്കൊരു പെണ്ണാടിന് 65-70 കിലോ ഒരു 6 മാസമാകുമ്പോഴത്തേക്ക് ബോഡി വെയിറ്റ് വരും. അതുപോലെ തന്നെ പാലും നമുക്ക് നന്നായി കിട്ടും. 2 ലിറ്റർ മുതൽ 3 ലിറ്റർ വരെ നമുക്ക് ഒരാടിന് ഈ ശിരോയി പാല് ലഭിക്കും. അതുപോലെയുള്ളതാണ് കരോളി. കരോളിയും ഇതേപോലെ നല്ലതാണ്. വളരെ മനുഷ്യന് ഇണങ്ങുന്നതാണ്. അതുപോലെ ഏത് രീതിയിലുള്ള ഫുഡും കഴിക്കും. അതായത് നമ്മളുടെ ഈ പറമ്പിലുള്ള പുല്ലുകൾ അതുപോലെ തന്നെ ഒരുവിധം ഉണങ്ങിയ പുല്ലുകളെല്ലാം അത് കഴിക്കും. അതുകൊണ്ട് നമുക്കത് വളരെ വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് കരോളി. ഈ ആട് വളർത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് ജൈവകൃഷിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ മൂത്രം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മൂത്രം കളക്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത് 1:10 എന്ന അനുപാതത്തിൽ മറ്റ് കൃഷികൾക്ക് നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് കുഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആട്ടിൻ്റെ കാഷ്ടവും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും നമ്മുടെ പറമ്പിൽ കമ്പോസ്റ്റ് ചെയ്ത് ജൈവമായിട്ട് ഉപയോഗിക്കുന്നു. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മറ്റുള്ള മൂത്രവും അതുപോലെ ആട്ടിൻ കാഷ്ടം ഉപയോഗിക്കുന്നതിനാണ്. അത് നമ്മൾ കൃഷിക്ക് വളരെ മെച്ചമാണ് കാണുന്നത്.
മറ്റുള്ള ജൈവ കൃഷിക്ക് ഇത് അത്യന്താപേക്ഷിതമാണ് നമുക്ക്. പിന്നെ നമുക്ക് ഇതിനെ മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 മാസമായി ഒരു കുട്ടീനെ വിറ്റ് നമുക്ക് 12,000 രൂപ വെച്ചാണ് ഇപ്പം വാങ്ങുന്നത്. അതിവിടെ നേരത്തെ ആൾക്കാർ വന്ന് ബുക്ക് ചെയ്ത് ആൾക്കാർ വാങ്ങിക്കോളൂ. അപ്പം മാർക്കറ്റിംഗ് നമുക്കൊരു പ്രശ്നമേ അല്ല ഇവിടെ ആടിന്. പിന്നെ ഇതിനെ ക്രോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ധാരാളം ആൾക്കാർ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അതും നമുക്കൊരു ലാഭകരമാണ്. മൊത്തത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പിന്നെ ആടിൻ്റെ വളം അതെല്ലാം നമുക്ക് കൃഷിക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ആട് നമുക്ക് എപ്പോഴൊരു പിന്നെ ലാഭകരം തന്നെയാണ്. വീട്ടാവശ്യത്തിനുള്ള മുട്ട ലഭിക്കുന്നതിനായി വീടിനോട് ചേർന്ന് ഗ്രാമശ്രീ ഇനത്തിലുള്ള കോഴികളെയും ഇവിടെ വളർത്തുന്നുണ്ട്. റബ്ബർ പാൽ ശേഖരിക്കുന്ന ട്രേകളിൽ അസോള വളർത്തി കോഴികൾക്ക് നൽകുന്നതിനും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നു. മീൻകുളം തുടങ്ങിയിട്ടിപ്പോൾ ഒരു 4 വർഷമായി. ഇതിൽ ഗ്രാസ് കാർപ്പ്, രോഹു, കട്ല, മൃഗാള് എന്നീ വെറൈറ്റിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഗ്രാസ് കാർപ്പാണ് ഏറ്റവും നമുക്ക് ലാഭകരമായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള പുല്ല് തന്നെ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിച്ചോളൂ. അപ്പം പ്രത്യേകിച്ച് നമ്മളൊരു തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കൊടുക്കുന്ന കുറച്ച് കടലപ്പിണ്ണാക്കും തേങ്ങാപ്പിണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ 6 മാസത്തിലൊരിക്കലും നമ്മൾ വിളവെടുക്കും. അത് വളരെ ലാഭകരമാണ്. ഒരു കിലോ മേലെ 2 കിലോ അങ്ങനെ ആവറേജ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1.5 കിലോ വെച്ച് കിട്ടുന്നു ഒരു മീനെ വെച്ച്. ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളൊരു 500 മീനെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 6 മാസം കൂടുമ്പോൾ നല്ലൊരു വിളവ് നമുക്ക് എടുക്കാം. ഇതിപ്പം നമുക്ക് പ്രത്യേകിച്ച് അതിനൊരു ചിലവില്ല. ഇതിൻ്റെ കൂടെ പുല്ല് ഇവിടുന്ന് തന്നെ വെട്ടിക്കൊടുക്കുന്നു, മറ്റേ ചെറിയൊരു പിന്നെ തീറ്റ കൊടുക്കുന്നു. നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മീനുകൾ ഇവിടുന്ന് കിട്ടുന്നു. പ്രോ ട്രേകളിൽ സ്വന്തമായി തയ്യാറാക്കുന്ന പച്ചക്കറി തൈകളാണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. സാമാന്യം നല്ല രീതിയിലുള്ള പച്ചക്കറി കൃഷിയും ബാബുവിനുണ്ട്. കറ്റാർ വാഴ, പുതിന തുടങ്ങിയ വിളകൾ കൂടാതെ വിവിധ ഇനങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള അലങ്കാര സസ്യങ്ങൾ കൊണ്ടും മനോഹരമാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരം. കൃഷിക്ക് പിന്തുണയുമായി ഭാര്യയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ മകനും എപ്പോഴും ബാബുവിനോടൊപ്പം തന്നെയുണ്ട്. ഈ കൃഷിക്ക് പ്രത്യേകിച്ച് ഭാര്യയിൽ നിന്ന് നല്ല പിന്തുണ കിട്ടുന്നുണ്ട്, മകനിൽ നിന്നും നല്ല പിന്തുണ കിട്ടുന്നുണ്ട്. മകൻ വരുന്ന സമയങ്ങളിൽ എൻ്റെ കൂടെ വരികയും എല്ലാ കാര്യങ്ങളും നോക്കുകയും അങ്ങനെ വളരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നതും വീട്ടിലെ കോഴിയും മറ്റുള്ള കാര്യങ്ങളും വീട്ടിലെ എല്ലാം നോക്കുന്നത് ഭാര്യയാണ്. അങ്ങനെ ഞങ്ങൾ സന്തുഷ്ടമായിട്ട് പോകുന്നു. ഇപ്പോൾ ഈ കൃഷി ആർക്കും ലാഭകരമാക്കാം. അതായത് ഞാനും ആദ്യം വിചാരിച്ചത് കാണുമ്പോൾ ഇത് നഷ്ടമാണ്. പക്ഷേ ലാഭകരമാണെന്ന് നമ്മൾ കുറച്ച് അധ്വാനിക്കുകയും അതുപോലെ ടെക്നോളജി മാറുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃഷി വളരെ ലാഭകരമാകാം. ഇപ്പോഴത്തെ നമുക്ക് ലാഭകരമല്ലാത്ത ഒരു പ്രശ്നം ടെക്നോളജി ഇല്ലായിട്ടാണ്. അത് നമുക്ക് നല്ല ടെക്നോളജി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാൻ പവർ കുറച്ചുകൊണ്ട് നല്ല കൃഷി ചെയ്ത് നമുക്ക് വളരെ ഉയർച്ചയിലെത്താം. അതായത് പുതിയ തലമുറ ഇനി വരുന്ന നമ്മുടെ പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ അതായത് വൈറ്റ് കോളർ പിന്നെ അവർക്ക് ഇറങ്ങി പണിയെടുക്കാവുന്ന രീതിയിൽ ഉള്ള ടെക്നോളജി വരണം. അതാണ് വിദേശ രാജ്യങ്ങൾ പോലെ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഇവിടെ മാൻ പവർ കുറച്ചുകൊണ്ട് തൊഴിലാളികളെ കുറച്ചുകൊണ്ട് അങ്ങനെ മാത്രമേ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പല കൃഷികളും ചെയ്യുന്നത് വളരെ മാൻ പവർ കുറച്ചുകൊണ്ടാണ്. അതെല്ലാ മെഷീനറികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ നിന്ന് മനസ്സിലായി എന്താ നമ്മൾ പിന്നെ അനാവശ്യമായിട്ട് നമ്മൾ മണ്ണിനെ അറിയാതെ മറ്റുള്ള വളങ്ങൾ ചെയ്ത് മണ്ണിനെ നശിപ്പിക്കാതെ നോക്കിയാൽ നമ്മുടെ മണ്ണ് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ജൈവ കൃഷി ചെയ്താൽ നമുക്ക് ആദ്യം 1-2 വർഷം ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എങ്കിലും കൂടി അത് ഭാവിയിലേക്ക് നമുക്ക് പിന്നെ ഒരു സ്ഥിരമായ വരുമാനം, ഉറച്ച വരുമാനവും അതുമാത്രമല്ല നമുക്ക് വളരെ വില ഈ ജൈവ കൃഷിക്ക് ഇപ്പോൾ നമുക്ക് ഒരു 100 രൂപേൻ്റെ സാധനത്തിൽ നമ്മൾ 300 രൂപ വെച്ച് നമുക്ക് വാങ്ങിക്കാൻ കഴിയും. നമ്മുടെ സാധനത്തിൽ നമുക്ക് വില നമുക്ക് തന്നെ പറഞ്ഞ് വാങ്ങിക്കാൻ കഴിയും ജൈവ കൃഷിയാണെങ്കിൽ. പക്ഷേ അതിന് നമ്മൾ മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സംയോജിത കൃഷിയിലൂടെ തൻ്റേതായ കൃഷിരീതി വികസിപ്പിച്ചെടുത്ത് വിവിധ കാർഷിക ഉൽപ്പന്നങ്ങൾ സമൂഹത്തിന് സമ്മാനിക്കുന്ന ഈ കർഷകന്റെ പ്രവർത്തനങ്ങൾ അനുകരണീയം തന്നെ. ബാബുവിനോട് സംസാരിക്കാം. ഫോൺ 9447316293.